ചില സീനിയർ സിറ്റിസൺ പാരൻസ് ഉണ്ടേ, മോളോ മോനോ അവരവരുടെ ഇഷ്ടത്തിന് പ്രേമിച്ച് കല്യാണം കഴിച്ച് പോയി എന്നുള്ളൊരു ദേഷ്യം മനസ്സിൽ പിടിച്ചിരിക്കുന്ന ഒരു കൂട്ടം പാരൻസ് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ സ്റ്റേറ്റ് മാത്രമല്ല, പല സ്റ്റേറ്റ്സുകളിലും നമുക്ക് ഇങ്ങനത്തെ പാരൻസിനെ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ മനസ്സിനകത്ത് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ എൻ്റെ മോളോ മോനോ കല്യാണം കഴിച്ചത്, ഞങ്ങളുടെ ഇഷ്ടത്തിനെതിരെ പോയിട്ടല്ലേ കല്യാണം കഴിച്ചത്, ഇവനോ ഇവൾക്കോ ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ഷെയറും കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പാരൻസ് ഉണ്ട്. ഈ മക്കളാണെങ്കിൽ പാരൻസ് അല്ലേ എന്ന് കരുതി ഒന്നും മിണ്ടാതെ അവരുടെ പാടും നോക്കി കല്യാണം കഴിച്ച പെണ്ണുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ അവർ പോവും. പക്ഷെ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെ സീനിയർ സിറ്റിസൺ ആണെന്ന് പറഞ്ഞു ഒരുപാട് സീനിയർ സിറ്റിസൻസിന് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, ലവ് കൊടുക്കണം, അവരെ നോക്കണം, ഇതൊക്കെ ശരിയാണ്. അച്ഛനമ്മയും മക്കൾ നോക്കണം എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതുപോലെ ക്രൂരമായിട്ട് മക്കളോട് ബിഹേവ് ചെയ്യുന്ന പാരൻസ് ഉണ്ടെങ്കിൽ ആ പാരൻസ് വിചാരിക്കുകയാണ് ഈ മക്കൾക്ക് ഞാൻ ഒന്നും സ്വത്ത് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനി നടക്കില്ല എന്നുള്ളതാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് മക്കളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുമോ, എന്തോ ആയിക്കോട്ടെ, ഏത് റീസൺ ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഇവിടെ പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. എന്ത് കാരണം ആയിക്കോട്ടെ, അച്ഛനമ്മയ്ക്കും തോന്നുകയാണ് ഈ മോൾക്കോ ഈ മോനോ ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഷെയർ കൊടുക്കണില്ല, സീനിയർ സിറ്റിസൺ ആക്ടിനകത്ത് അങ്ങനെ ഒരു വകുപ്പ് അവർക്കുണ്ടായിരുന്നു, താല്പര്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അങ്ങനെ ഇനി പറ്റില്ല എന്നുള്ളതാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ മക്കള് അച്ഛനമ്മയെ നോക്കുന്നില്ല, ഒരു രീതിയിലും അവരുടെ അടുത്ത് ക്രൂരമായി അവരെ മെൻ്റലി ഫിസിക്കലി ഹറാസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസിന് മക്കൾക്ക് ഷെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം അച്ഛനമ്മ കയറി മക്കളെ ഉപദ്രവിക്കുന്ന ഒരു ശീലം ഉണ്ട് സീനിയർ സിറ്റിസൻസിന് എങ്കിൽ അത് നടക്കില്ല. മക്കൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ഷെയർ കൊടുത്തേ പറ്റൂ എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഹാപ്പി ആയോ? എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.